ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് എത്തിയിട്ടുള്ള ഗർ എന്ന് പറയുന്ന പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു സിനിമയുടെ പേര് തന്നെ അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിനേക്കാൾ വലിയൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ JK എന്ന് പറയുന്ന ഡയറക്ടറാണ്. അതായത് ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നത് എസ്രയാണ്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു സിനിമ വരുന്ന സമയത്ത് അതും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജേണറായ സ്ഥിതിക്ക് അത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാന്നറിയാനുള്ള ഒരു കൗതുകം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് കയറി. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു പ്രണയ നൈരാശ്യം മൂലം നിങ്ങളിപ്പോ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു സിംഹത്തിന്റെ മടയിൽ ചെന്ന് വിടുന്ന കുഞ്ചാക്കോബന്റെ ക്യാരക്ടർ, കുഞ്ചാക്കോബന്റെ പേരായിട്ട് വരുന്ന അനഘയാണ്. പക്ഷെ ആ ഒരു കൂട്ടിൽ പെടുന്നതിന് മുമ്പ് തന്നെ എന്താണ് കുഞ്ചാക്കോബന്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ സുരാജിന്റെ ക്യാരക്ടർ എന്താണ്, സുരാജിന്റെ പേരായിട്ട് വന്നിട്ടുള്ള ശ്രുതി രാമേന്ദ്രന്റെ ക്യാരക്ടർ എന്താണ്, അവരുടെ അനിയന്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെടിപ്പായിട്ട് തന്നെ മനസ്സിലാക്കിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനഘയുടെ വീട്ടുകാരെങ്ങനെയാണ്, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നതൊക്കെ. ഒരേ സമയം ഒരു 3-4 വീട്ടുകാര് ഒരു ഒറ്റ പോയിന്റിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ഉണ്ടാകുന്ന കുറച്ച് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നതൊക്കെ. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ നോക്കിക്കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടി, അത് എത്രത്തോളം ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കിയിരുന്നത്. അതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓക്കെ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊരു ആഫ്രിക്കയിലുള്ളൊരു സിംഹത്തിനെ വെച്ചിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ദർശൻ എന്നാണ് ഈ ഒരു സിംഹത്തിന്റെ ഈ സിനിമയ്ക്കകത്തുള്ള പേര്. ലാസ്റ്റ് സിനിമ കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു അത്. അതിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നി, ഒരു ആസ് എ നോർമൽ ഓഡിയൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, സിംഹം ഇങ്ങനെ ചാടുന്ന സമയത്തൊക്കെ നമുക്ക് എന്തോ ഒരു വെട്ടി ഒട്ടിച്ച സിംഹം ചാടുന്ന പോലെ, മീൻസ് അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അതർവൈസ് എല്ലാ സാധനങ്ങളും നല്ല രസമായിരുന്നു. എസ്പെഷ്യലി അതിനകത്ത് പെട്ടിട്ടുള്ള കോമഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാണ്ട്. ഒരു 3/4 മണിക്കൂറോളം അതിനകത്ത് കിടന്നിട്ട് അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട് സുരാജും, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ചാക്കോബനും, അതുപോലെ നമ്മുടെ സിൻസിയർ ഒരു വെടിവെപ്പുകാരനായിട്ട് വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വന്ന എല്ലാ ക്യാരക്ടർ, രമേഷ് പിഷാരടി ഉണ്ട് ഇതിനകത്ത് ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ട്. അതായത് ഒരു ഇൻസിഡന്റ് പബ്ലിക്കിനകത്ത് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്ന നല്ല കുറച്ച് മുഹൂർത്തങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ തരക്കേടില്ല എന്ന് തോന്നിക്കുന്ന ക്ലൈമാക്സും ഈ ഒരു സിനിമയ്ക്കുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ കുഞ്ചാക്കോബൻ കുടിച്ച് ഫിറ്റായിട്ട് അതിനകത്ത് കിടന്ന് അർമാദിക്കായിരുന്നു. അതുപോലെ തന്നെ സുരാജിന് ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് കോമഡിക്ക്. അതൊക്കെ ഗംഭീരമായിട്ട് അങ്ങേര് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് സുരാജിന്റെ കോമഡി കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ അങ്ങേര് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെയൊക്കെ സീരിയസ് റോൾ ആയതുകൊണ്ട് കോമഡി വളരെ ചുരുക്കേ കാണാറുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ഒക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ JK എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ എല്ലാ തരത്തിലും സക്സസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എസ്ര എന്ന് പറയുന്ന ആ ഒരു സിനിമയേക്കാൾ ഫുൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ് ഈ ഒരു ഗർ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ ഒരു സിനിമയ്ക്കകത്ത് അത്യാവശ്യം കോമഡിയും ഇയാൾ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 ആംഗിളിൽ നിന്നുകൊണ്ട് ഈ ഒരു സിനിമ സംസാരിക്കുന്നുണ്ട്. ഒരേ പോയിന്റിലേക്ക് എത്തുന്നതാണ് ഈ ഒരു 3-4 വീട്ടുകാരല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങൾ എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അത്യാവശ്യം ബോറടിപ്പിക്കാതെ വളരെ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടിയും ഷോർട്ട് ആക്കാമായിരുന്നു എന്ന് എനിക്ക് പല സന്ദർഭങ്ങളും തോന്നി. ആകെ 2 മണിക്കൂറേ ഉള്ളൂ, എന്നാലും ഒരു 1.25 മണിക്കൂറിനുള്ളൊക്കെ ഒതുക്കിയിരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും രസമായിട്ട് വന്നേനെ. പക്ഷെ അതൊന്നും ഇത് കാണാതിരിക്കാനുള്ള ഒരു നെഗറ്റീവ് ഒന്നുമല്ല. പ്രത്യേകിച്ച് ഈ ഒരു സിംഹത്തിന്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ അത് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 2-3 ദിവസം മുമ്പ് കണ്ട ഒരു സിനിമയാണ് ഗോളം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ ഒരു സിനിമ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കണ്ടൊരു സിനിമയാണ്. അതായത് ഒരു സിനിമയും കാണാനില്ലാത്തത് കൊണ്ട് പോയി കണ്ടൊരു സിനിമ. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല, കാരണം ഫോണ് കുറച്ച് പ്രശ്നമായതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ആ ഒരു സിനിമയെക്കുറിച്ചും ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഗോളം ഡയറക്ട് ചെയ്തിരിക്കുന്നത് നവാഗതനായിട്ടുള്ള സംജത് PS എന്ന് പറയുന്ന ഡയറക്ടറാണ്. ആൾക്ക് വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട്, ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം തയ്യാറാക്കി എന്നുള്ളതാണ്. ആ ഒരു സ്ക്രിപ്റ്റിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് മാത്രമാണ് അങ്ങനെ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിലേക്കോ അതിന് താഴത്തേക്കോ ഈ ഒരു സിനിമ പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ടുള്ളത്. അതുപോലെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്താ പറയാ, ഒരു 10-20 ക്യാരക്ടേഴ്സ് ഉണ്ട്, മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്.
അവരെല്ലാവരും പുതുമുഖങ്ങളാണ്. അതിൽ ആകെ കണ്ടുപരിചയമുള്ളത് ആകെ നമ്മുടെ നായകനായിട്ട് വന്നിട്ടുള്ള രഞ്ജിത്ത് സജീവ് ഉണ്ട്, അതുപോലെ തന്നെ ദിലീഷ് പോത്തനുണ്ട്, അതുപോലെ സിദ്ദിഖ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ചില കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുപരിചയമുള്ളത്. അതും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരൊന്നുമല്ല അവര്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു സിനിമയ്ക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ പേര് പറയുന്നത് കേട്ടു ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്, ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടു. എന്താണ് ബഡ്ജറ്റ് ഇഷ്യൂ കൊണ്ട് അവർ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോ വലിയ സ്റ്റാർ കാസ്റ്റിനെ വെച്ചിരുന്നെങ്കിൽ ഇത് ഗംഭീരമായനെന്നാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഫ്ലോപ്പ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ വലിയ താരങ്ങളെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൂടിപ്പോയേനെ ഈ ഒരു സിനിമയ്ക്ക്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് ആരും അറിയാത്തത് കൊണ്ട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. ആകെ ഞെട്ടിത്തരിച്ചു പോയത് ആ ഒരു സിനിമ കാണാൻ തുടങ്ങുമ്പോൾ അത് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സന്ദർഭങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു സുഖം കിട്ടുന്നത്. പ്രെഡിക്റ്റബിൾ ഫാക്ടർ തീരെ കുറവായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ആൾക്കാരെ ഇതിൽ വെക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇതിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, എസ്പെഷ്യലി ആ ഒരു ഓഫീസിനകത്തുള്ള പരിപാടികൾ ചെയ്തിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ട്, അതായത് കുറച്ച് മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ നടത്തിയ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലൂപ്പ് ഹോള് പോലും ഇല്ലാതെ ഞാനിങ്ങനെ തരിച്ചിരുന്നു പോയി ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി എന്നുള്ളതൊക്കെ. അത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. എന്തായാലും ഇതിനിടയ്ക്ക് ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ഈ ഒരു സിനിമ ആരും കാണാതെ പോകരുത് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഈ ഒരു സിനിമ ആരും കാണാതെ പോകരുത്. അതുപോലെ തന്നെ അത്രയധികം എഫേർട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിനകത്ത്. എനിക്കെന്നല്ല കാണുന്നവർക്ക് മനസ്സിലാവും. കണ്ടവരാരും ഇതുവരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും നല്ലൊരു ക്വാളിറ്റി ത്രില്ലർ, ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ മലയാളം സിനിമയ്ക്കകത്ത് എണ്ണം പറഞ്ഞ ക്വാളിറ്റി ത്രില്ലറുകളിലേക്ക് എടുത്തു വെക്കാൻ കെൽപ്പുള്ള ഒരു സിനിമ തന്നെയാണ് ഗോളം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.